കോഴിക്കോട് കമ്മീഷണർ ഓഫീസിന് സമീപം വൃദ്ധനെ കുത്തിക്കൊലപ്പെടുത്തി. തമിഴ്നാട് സ്വദേശിയായ 65-കാരനാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട വളയം സ്വദേശി പ്രഭിൻദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട് നിന്ന് ഷിത ജഗത്തോട് വിവരങ്ങളുമായി. ഇന്ന് ഉച്ചകഴിഞ്ഞാണ് കോഴിക്കോട് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ തന്നെ നഗരമധ്യത്തിൽ വെച്ച് ഒരു വൃദ്ധനെ കൊലപ്പെടുത്തിയത്. വൃദ്ധനെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. മരിച്ചത് തമിഴ്നാട് സ്വദേശിയാണ് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. വളയം സ്വദേശി പ്രഭിൻദാസ് എന്നയാളാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. കമ്മീഷൻ ഓഫീസിന് തൊട്ട് മുമ്പിൽ തന്നെ വെച്ചായിരുന്നു സംഭവം. കുത്തേറ്റ ഉടനെ തന്നെ കുത്തേറ്റയാൾ നേരെ കമ്മീഷൻ ഓഫീസിലേക്ക് കയറുകയും ചെയ്തിരുന്നു. ഷിത ജഗത്ത് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകുന്നുണ്ട്. ഷിത, എപ്പോഴാണ് സംഭവം? എന്താണ് ഇത്തരം ഒരു കൊലയിലേക്ക് നയിച്ചത്? അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്താണ് പോലീസ് പറയുന്നത്? കൊല നടത്തിയ വളയം സ്വദേശി പ്രഭിൻദാസിനെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അയാൾക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. പക്ഷെ അത് സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെയായിരുന്നു സംഭവം ഉണ്ടായത്. കമ്മീഷണർ ഓഫീസിന് സമീപത്ത് വെച്ച് പ്രഭിൻദാസ് വൃദ്ധനെ കുത്തുകയായിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞത്. ഒപ്പം പ്രഭിൻദാസ് തന്നെയാണ് പോലീസിനോട് താൻ ഒരാളെ കുത്തിയ വിവരം അറിയിച്ചത്. ഉടനെ തന്നെ കമ്മീഷണർ ഓഫീസിനകത്തേക്ക് കുത്തേറ്റ വൃദ്ധൻ ഓടിക്കയറുകയും ചെയ്തിരുന്നു. തുടർന്ന് പോലീസ് ആംബുലൻസിൽ ഇയാളെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ആശുപത്രിയിലേക്ക് പോകുന്ന വഴിമധ്യേ തന്നെ മരിക്കുകയായിരുന്നു. ഇയാൾക്ക് പ്രഭിൻദാസിന് മാനസികാസ്വാസ്ഥ്യമുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട്. ഒപ്പം തന്നെ പ്രഭിൻദാസിന്റെ മാതാപിതാക്കളോട് പോലീസ് സ്റ്റേഷനിൽ എത്താനുള്ള ഒരു വിവരവും നൽകിയിട്ടുണ്ട്. മരിച്ച ആളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. തമിഴ്നാട് സ്വദേശിയാണെന്നുള്ളൊരു കാര്യം മാത്രമാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇയാളുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അപർണ. ഷിത ജഗത്താണ് വിവരങ്ങൾ നൽകിയത്.